അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. സെക്കൻഡ് ഡേ ഓഫ് മാൾട്ട. പക്ഷേ അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഭയങ്കര റഷാണ്. 9 പേരുണ്ട്, 3 റൂമുണ്ട്. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും 2 റൂം മതി. ഒറ്റ റൂം മതി. എല്ലാം ഇപ്പോൾ ഒറ്റ റൂമിലിരിക്കുന്നത്. എല്ലാവരും കൂടി നടക്കണം. ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. പകുതിയായിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. പകുതിയായിട്ട് റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ ഇറങ്ങണം. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഒക്കെ പിന്നെ കാണിച്ചു തരാം. കാരണം അത് നടക്കുകയാണ്. ഇവിടുന്ന് ഔട്ട്ഫിറ്റ് ഇതാണ് അനഘ യമുനയുടെ ഔട്ട്ഫിറ്റ്. ഞാൻ 2 ബാഗ് തൂക്കി നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഇറങ്ങും. എല്ലാവരും റെഡി ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് മാൾട്ടയുടെ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുവാണ്. ഇവിടെ വെയിലും നല്ല കാറ്റും മഴയുണ്ട്. അപ്പം മഴയുമുണ്ട്, നല്ല വെയിലുണ്ട്. അതിന്റെ അർത്ഥം എന്താ? മാൾട്ടയിലെ അപ്പൊ ശരി, ഞങ്ങൾ ഇനി അവരെ ബാക്കിയുള്ളവർ വന്നിട്ടില്ല. അപ്പൊ അവരെ നോക്കി നമുക്ക് കാണണം. ബാക്കി ചൂടൊന്നുമില്ല. തൊളയുള്ള ഷർട്ടിട്ട് തടുത്ത് വിറക്കുവാണ് അവര്. ഗൈസ്, ഇതാണ് പുരുഷന്റെ ഔട്ട്ഫിറ്റ്. തൊളയുള്ള ഷർട്ടാണ് പുരുഷൻ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് പുരുഷൻ തണുക്കുന്നത്. അപ്പൊ ഗൈസ്, ഞങ്ങള് ഇവിടെ ബാക്കി ഇതൊക്കെ കാണിച്ചു തരാം. ഇവിടെ നടത്തിയില്ലടാ, നടത്തണം ഓർത്ത് നടത്താൻ പറ്റിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം. അവിടെ നിന്ന് സൂര്യൻ വരുന്നുണ്ട് ഗൈസ്. നമുക്കിപ്പം എന്താ പ്ലാൻ എന്ന് എനിക്കറിയില്ല. എന്തോ ബോട്ടിൽ കയറാനാന്ന് തോന്നുന്നു. അപ്പൊ നമുക്കിപ്പം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാണ് ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം. ഗൈസ്, അപ്പൊ നമ്മള് കടയിൽ വന്നു. നമ്മള് വലിയ ഡിസ്കഷനിലാണ് എന്തെടുക്കണമെന്ന്. നമ്മള് കേക്ക് കഴിക്കാൻ ഓർത്തിരിക്കുകയാണ് ഞങ്ങള്. ഇവിടെ ലാറ്റെ മക്കാട്ടോ, ബ്രെഡ് സാൻഡ്വിച്ച്, പിന്നെ കാപ്പുച്ചിനോ, ഒരു കേക്ക്, ഹാം ആൻഡ് ചീസ് ഉള്ള സാൻഡ്വിച്ചും കാപ്പുച്ചിനോമാണ് ഗൈസ് നമ്മൾ കഴിക്കുന്നത്. ഫസ്റ്റ് ഡേ മാൾട്ടയിൽ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? സെക്കൻഡ് ഡേ എങ്ങനെയുണ്ട്? സെറ്റാണ് ഗൈസ്. ആണോ? ഹായ് ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ബ്ലൂ ഗ്രോട്ടോയിൽ ഞങ്ങളെത്തി കേട്ടോ. ഇവര് 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ അരമണിക്കൂർ മുമ്പ് ഇറങ്ങിയിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. ഒരു റൗണ്ടാനെ കിടന്ന് 10 വട്ടം ഞങ്ങൾ ഫോട്ടോ മാകം ചെയ്തു. അവിടെ ഞങ്ങൾ വേറെ സ്പോട്ടിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റുള്ളൂ. പുരുഷൻ ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. എവിടാണ്ടൊക്കെ പോയി ഭയങ്കര ഫുഡൊക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് ഇന്ന് ഞായറാഴ്ചയാ പുരുഷു. കട കാണൂല. ഒരാളെ വന്ന് കേട്ടിച്ച് അവിടെ ഇറങ്ങാൻ പറ്റൂലെന്നോ. അവന്മാര് കഴിച്ചിട്ട് പോയി. ഞങ്ങളിവിടെ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ട് പിന്നെ അവന്മാരോടെ പോയി അവന്മാരുടെ കൂടെ പോകണം. ഇപ്പം ഞാനുണ്ട്, നത്തുണ്ട്, താണ്ടെ മാമന് ഇരിപ്പുണ്ട്. മാമൻ ഉറങ്ങാത്തതുകൊണ്ട് മാമൻ്റെ മോമത്തം കടത്തിയിരിക്കുകയാണെന്നുകൊണ്ട് മാമന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അങ്ങനെയാണ് ഗൈസ്. നമ്മളെ നോക്കി കുരയ്ക്കുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അവരിപ്പം അടുത്ത സ്പോട്ടിലോട്ട് പോയിരിക്കുവാണ്. നമ്മളിപ്പോൾ കഴിച്ചിട്ട് നേരെ അവരുടെ പുറകെ പോകുന്നതായിരിക്കും. സ്പെഷ്യൽ ഫുഡാണ് അവിടുത്തെ മാൾട്ടയിൽ. എന്ത് ബ്രെഡ് ടോസ്റ്റോ? അതൊന്നുകൂടെ കേൾക്കും. എന്താണ് ഇതിന്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് മാമ? എങ്ങനെയുണ്ട് നദാനിയ? കൊള്ളില്ല. പുരുഷ ഇവിടെ വലിയ റിവ്യൂ പറഞ്ഞിട്ട് പോയതായിരുന്നു. അവൻ ഈ ട്രിപ്പ് എങ്ങനെ ചുരുക്കം, പൈസ എങ്ങനെ ചുരുക്കാനാണ് ഈ കണ്ടില്ല സെറ്റ്. ദാരിദ്ര്യത്തിൽ അങ്ങനെ ട്രിപ്പ് പോകാൻ പറഞ്ഞത്. നമ്മൾ അടുത്ത ട്രിപ്പിൽ ഞാൻ ട്രിപ്പ് കോർഡിനേറ്റർ, ഈ ട്രിപ്പിൽ അവരായിരുന്നു നമ്മൾ ലക്ഷറി. പിന്നെ ഞാൻ കോർഡിനേറ്റർ ഉണ്ട്, അത് മിസ്റ്റർ വിഷ്ണുവാണ്. ഞാൻ പ്ലാൻ ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഒരു ട്രിപ്പിൽ നമ്മൾ തീരുമാനിച്ചതല്ലേ, ബഡ്ജറ്റ് ബോസ്. ഹായ് ഗൈസ്, സോ അപ്പൊ നമ്മള് ഗോസോയിലേക്ക് ഹെഡ് ചെയ്യാണ്. ബ്ലൂ ഗ്രോട്ടോയിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ബാക്കി അവിടെ എത്തിയിട്ട് നമുക്ക് അടുത്ത വേറെ ബോക്സും കാര്യങ്ങളും ലൊക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോ അവിടെ വെച്ച് കാണാം. ബൈ. ഇതാണ് ഗൈസ് ബ്ലൂ ഗ്രോട്ടോ.
You are my കണ്ണിമാനെ Johnny Money Johnny ചാർജിന് വണ്ടി Money ഇത് ന്യൂയോർക്ക് ലൈഫ് എൻഡപ്പ We are New York boys പപ്പ Sorry പപ്പ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്താനം കാണുന്നു നാം എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ കൊച്ചി എയർപോർട്ട് ഓർമ്മ നമ്മുടെ ഡ്രൈവർ ബോസ് ഗൈഡ് ചെയ്യുന്നത് അബിൻ ബാക്കിലിരിക്കുന്നത് വിഷൻ റോണിയ മാമൻ റോഡ് നോക്കാൻ പോയിട്ട് വരുന്ന വരവാണ് എന്തിനാണെന്ന് അറിയില്ല ഇപ്പൊ മാമൻ നമ്മളോട് പറയുന്നതായിരിക്കും എന്താ ആരുമില്ല വണ്ടി എടുത്തോളെ ഞങ്ങള് നോ എൻട്രി റോഡിൽ കൂടെയാണ് പോകുന്നത് ഓക്കെ ഓക്കെ ഇപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് മാമൻ നോക്കിട്ട് വന്നത് മാമ പ്രൗഡാണോ മാമ അവിടെ പോയി ചാടി നോക്കിട്ട് ഇവിടുത്തെ പായലാണ് എടാ ഇത് കള്ളിമുൾച്ചെടിയാടാ ഇവിടെ നിറച്ച് കള്ളിമുൾച്ചെടികളുണ്ട് അങ്ങനെ നമ്മള് അവരെ കണ്ടുമുട്ടിയിരിക്കുകയാണ് നമ്മുടെ ബാക്കി ആൾക്കാര് ആണ് പൊക്കോണ്ടിരിക്കുന്നത് അവര് ഞങ്ങൾ നമ്മൾ കോമ്പറ്റീഷൻ ആണ് അവർ 1 മണിക്കൂർ മുന്നേ ഇറങ്ങിയതാണ് പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു ഞങ്ങളെ മാമന് കാണണമെന്നും പറഞ്ഞ് പാടില്ല എന്നൊക്കെയാണ് മാമൻ പറയുന്നത് ഇവരെ സത്യമാണ് അവരുടെ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒഴുകി ഒഴുകി പോകും അവരുടെയാണ് ആ വെള്ളക്കാർ വരുന്നത് അവിടെ അവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒരു മരണവണ്ടിയിൽ ആൾക്കാർ പോണവരുണ്ട് ബഹളമില്ല കുറെ അമ്മാവന്മാരും അമ്മായിമാരും ആണോ ഗൈസ് നമ്മുടെ ചിൽ മനുഷ്യനെ കണ്ടു ചിൽപ്പിൽ മാമൻ അങ്ങനെ ഗോസോയിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി നമ്മൾ നെക്സ്റ്റ് ഒരു ഫെറി കയറാനുള്ള ഫെറി ടെർമിനലിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങൾ നോക്കൂ നമ്മള് ശരിക്കും കറക്റ്റ് ഒരു ഐലൻഡ് തന്നെ നമുക്ക് തോന്നും ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പുതിയ ആരോ ആണെന്ന് അല്ല ഇത് നമ്മുടെ പഴയ വിഷു തന്നെയാണ് ഈ സംസാരിക്കുന്നത് അതിനൊരു പ്രസക്തിയുമില്ല എന്തിനൊരു ഫണ്ടിന് വേണ്ടി നമുക്ക് പോയി നോക്കാം ലൈസൻസ് ആണെന്ന് അറിയില്ല നമുക്ക് ലൈസൻസ് ഇല്ല ടിക്കറ്റ് എടുക്കണമെന്ന് അറിയില്ല നേരെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒന്നും അറിയില്ല നമ്മൾ പോകുന്നത് എന്തായാലും ആ ഷിപ്പിലാണ് നമ്മൾ പോകുന്നത് ആ ഷിപ്പിൽ നമ്മൾ കാർ കയറ്റുന്നു നമ്മൾ പോകുന്നു ആ ഐലൻഡിലേക്ക് പോകുന്നു നമ്മളിപ്പോ ഫെറിക്കകത്തോട്ട് ഷിപ്പിന്റെ അകത്ത് കയറിയിട്ടുണ്ട് പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ ഏറ്റവും അവസാനം കടന്നു അങ്ങനെ നമ്മള് ഷിപ്പിന്റെ അകത്ത് കയറിയിരിക്കുകയാണ് ഗൈസ് നമ്മുടെ കാർ പാർക്ക് ചെയ്തു പിന്നെ നമ്മൾ മണ്ടയിലോട്ട് പോവാണ് ഞങ്ങൾ അപ്പോൾ ജീവിതത്തിനകത്ത് ഒരു ക്രൂസ് ഷിപ്പിലേക്ക് കയറുവാണ് കയറി നമ്മൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും എന്നാണ് തോന്നുന്നത് എങ്ങോട്ടാ കയറേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല അമേരിക്കൻ അമ്മായി ഞങ്ങളങ്ങനെയല്ല ഞാൻ വേറെ ഷിപ്പിൽ കയറിയിരിക്കുകയാണ് ആ കപ്പലിൽ പോകുന്നവരെ നമ്മളും പോകും പക്ഷെ
ഭയങ്കര മഴയാണ്, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് നടുവിലോട്ട് ഇറങ്ങിയാണ്. സീയൊക്കെ ആടി ഒലയും. നമ്മുടെ ലൈഫിൽ തന്നെ ഞങ്ങള് രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതിന്റെ താഴത്തെ നില വന്നിരിക്കുകയാണ്. നമുക്കിത് 3 ഫ്ലോർ ഉണ്ട് ഇതിന്, 1, 2, 3. പക്ഷെ നല്ല അടിയിലാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് കയറി ഇവിടെ എത്തുന്നു. പിന്നെ പക്ഷെ ഇവിടെ മാത്രമേ നമുക്ക് ഇരിക്കാനായിട്ട് സൗകര്യം. മണ്ടയിലുള്ളത് ഇവിടെ മാത്രമാണ്. താഴെ ഇതിന്റെ തൊട്ട് മണ്ടയിലുള്ളത് ഫുൾ മഴയാണ്, മൊത്തം ഞങ്ങൾ നനഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് ഷെയ്ഡ്സ് ഉണ്ട്, അതുകൊണ്ട് മഴ നനയൂല. ഇവിടെ വ്യൂ കാണിച്ചു കസാരയൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. നമ്മൾ ടൈറ്റാനിക്കിലൊക്കെ പോയ ജാക്കിന്റെ റോസിന്റെ കപ്പലിന്റെ ഒരു ചെറിയ വെർഷനാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. നമുക്കപ്പം വ്യൂ കാണിച്ചു തരാം. കപ്പൽ ഇത് ജങ്കാറാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ കപ്പലിനെ പറയാൻ പോകുന്നത്. കപ്പലിൽ പോയി ഞങ്ങള് ആരാ ഗൈസ്. ഇതാണ് ജാക്ക് റോസ് നിന്നത്. ഇനിയിപ്പം ഇവിടെ അടുത്ത ജാക്ക് റോസ് ഉണ്ടാവും നമുക്ക് നോക്കാം. വരുമ്പോൾ നമുക്ക് നോക്കി വെക്കാം. സ്മോക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ആൾക്കാര്. അപ്പൊ ഇവിടെ സ്മോക്ക് ചെയ്യാന്നാണ് അർത്ഥം ഇതിന്റെ അകത്ത്. ഉണ്ട്. അപ്പൊ നമുക്കിതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഇതിന്റെ അകത്ത് എന്താ ഉള്ളതെന്ന്. ഇതിന്റെ അകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. മൈൻഡ് യുവർ ഹെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തല നോക്കണമെന്ന്. അപ്പൊ എനിക്ക് ഇവിടെ പാസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പാസ് ചെയ്യാൻ പറ്റും. പറ്റും. എനിക്ക് കുറച്ച് പൊക്കമുള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നത്തിന് പൊക്കം കുറവായോണ്ട് എനിക്ക് കുറച്ച് പൊക്കമുണ്ട്. നത്തിന് പൊക്കമില്ല. ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഒരു അമ്മയും കുഞ്ഞും പോലെ ഉണ്ട്. പൊങ്ങി നിൽക്കുന്നതാണ് ഇപ്പൊ. ഷുഗർ മമ്മിയാണ് ഗൈസ് റോണിയ. ബെസ്റ്റീന്നൊക്കെ പറയുന്നുണ്ട്. ഷുഗർ മമ്മി ഒന്നല്ല, ഞങ്ങൾ 3 പേരും ബെസ്റ്റീസ് ആണ്. ബോസ് ഉണ്ട്. ബോസ് ഞങ്ങളുടെ വേറൊരു ബെസ്റ്റി. കുറെ ബെസ്റ്റികളുണ്ട് ഞങ്ങളിപ്പോ 9 ബെസ്റ്റികളാണ് ഒരുമിച്ച് യാത്ര ചെയ്ത്. ഇപ്പം നിങ്ങൾ ഞങ്ങളെ വെറുത്തിട്ടുണ്ടാവും ഞങ്ങൾക്കറിയാം. പക്ഷെ പ്ലീസ്, ഞങ്ങൾ കുറെ വെറുപ്പിക്കുന്നുണ്ട്. സഹിക്കണ്ട, പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടണം. ഞങ്ങളുടെ വെറുപ്പിച്ച് ലാസ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്യണം. അതാ കണ്ടിട്ടില്ലേ ചില സിനിമയിലൊക്കെ വെറുത്താണ് അവസാനം. കൃഷ്ണൻകുട്ടിയോട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൃഷ്ണൻകുട്ടിയാണോ? രാമൻകുട്ടി ആയിക്കോട്ടെ. ഏതോ ഒരു കുട്ടിയോട് ഇഷ്ടം വന്നല്ലോ, അതുപോലെ ഞങ്ങളോട് ഇഷ്ടം വരിക അല്ലേ ബോസ്? എന്താ അത് ഏത് കുട്ടിയായിരുന്നു? അതാണ് കുറെ പേര് വരുന്നുണ്ട്. ഇത് ഒരു മലയാളിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ വ്ളോഗിൽ വരാൻ താല്പര്യമില്ലെന്ന് ഒന്ന് പോയി. അയ്യോ, വ്ളോഗിൽ വരാൻ താല്പര്യമുണ്ട്. ബൈ ബൈ. ബൈ പറയാനാ പറഞ്ഞു. ബൈ ഗൈസ്. ശരി, അപ്പൊ അടുത്ത് പിന്നെ കാണാം. വണ്ടി എടുത്തു, ഇവിടെ മൊത്തം കുലുങ്ങുവാണ്. ഫെറി എടുത്തു, നല്ല കുലുക്കമുണ്ട്. ഞങ്ങളിപ്പോ ഒരു മലയാളിനെ കണ്ടു. ഞങ്ങൾ ആ വ്ളോഗ് എടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ മലയാളികളോട് സംസാരിച്ചു. അവരൊരു കുറെ ആൾക്കാരുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, പുള്ളി അടിപൊളിയായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. ഞങ്ങളുടെ വ്ളോഗ് കാണുവാണെങ്കിൽ കമന്റ് ഇടുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാരും ടിൻറ്റിങ് അടിക്കാം. മണി അടിക്കണേ. അടിക്കണേ. അല്ല മറ്റേ മണി തരുവോ? മറ്റേ സ്നേഹം തരുമോ? അതെങ്ങനെ? ഇങ്ങനെയല്ലടാ, ഇങ്ങനെ. എല്ലാരും പിടിച്ച് സ്നേഹം തരണേ. ഗൈസ്, അപ്പൊ നമ്മൾ ഇപ്പോൾ ഗോസ ഐലൻഡിൽ നമ്മൾ എത്തിക്കുകയാണ്. ഗോസ സോറി ഗൈസ്, അത് എനിക്കറിയില്ല. ഞാനിവിടെ അല്ലല്ലോ ജനിച്ചു വന്നത്. ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൂർ കോർഡിനേറ്റേഴ്സ് തമ്മിലുള്ള വഴക്കാണ്. അവൻ പറയുന്നത് പറ്റുന്നില്ല, ഇവൻ പറയുന്നത് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകും? ഈ സൈഡിൽ മൊത്തം ഇങ്ങനത്തെ ബീച്ചാ. ഞാൻ പറഞ്ഞത് ബീച്ചിൽ ഞാൻ ചോദിക്കണേ, കുളിക്കണ എപ്പോഴാണ്? ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഈ സൺസെറ്റ് കാണുന്ന സമയത്ത് വ്യൂ കണ്ട് പോയാൽ പോയി, കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇപ്പൊ ഞാനടാ ഇപ്പൊ ഒരു 12 മണിക്ക് അങ്ങനെ ബീച്ചിൽ എത്തിക്കഴിഞ്ഞാല് നമുക്കൊരു ഞാൻ പറഞ്ഞേക്ക് 12 മണിക്ക് ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 1:30 വരെയൊക്കെ മാക്സിമം കുളിക്കാൻ പറ്റും. അതിനെ ക്ഷീണിക്കും. എന്നിട്ട് ഫുഡും കഴിച്ച് നമുക്ക് ഈ പോയിന്റ് ഒക്കെ കാണാൻ പോവാ. കുളിക്കാൻ പോവാ. കുളിക്കാൻ പോവാ. ഇപ്പഴാണെ കുറച്ച് ചൂടെങ്കിലും ഉണ്ട്. രാവിലെ അല്ലേ, കുറച്ചുകൂടെ കഴിയുമ്പോ തണുക്കും. ഈ ക്ലിഫ് അടിപൊളി പോയിന്റ്. നമ്മുടെ അമേരിക്കൻ അമ്മായി ഇറങ്ങി വരുന്നുണ്ട്. അമേരിക്കൻ അമ്മായി അതേ കയറ്റി വിട്ടു. അവൾ വീണ്ടും വാശി തിരിച്ചു. അനങ്കയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
ഞാൻ ഈ വ്ളോഗിലുള്ളതാ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. പക്ഷെ ഞാൻ അപ്പുറത്തെ കാറിലായിട്ട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ പോക്കോ, ആ കാറിലോട്ട് പോക്കോ. നിങ്ങൾക്ക് അനഘേനെ കാണാം. അല്ലെങ്കിൽ കാണുന്നുള്ളവര് മീലാഷ് വ്ലോഗ്സ് കാണുക, ഞങ്ങളെ കാണുന്നുള്ളവര് ഞങ്ങളുടെ ചാനൽ കാണുക. ഞങ്ങളുടെ വ്ളോഗേഴ്സ് ആണ് ഈ ഇരിക്കുന്നവന്മാരെല്ലാം. ഇതിന്റെ ബാക്കി സമയമുള്ള മാറി മാറി വ്ളോഗ് എടുക്കും. എല്ലാവർക്കും ആക്രാന്ന് തോന്നുന്നു വ്ളോഗ് എടുക്കാൻ. നമുക്ക് ആദ്യം ഇപ്പൊ ബീച്ചിൽ പോവാം, എന്നിട്ട് കുളിക്കാം, എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോണു, എന്നിട്ട് ഈ വഴി കറങ്ങി വരുന്നു, മൊത്തം ഈ വഴി കറങ്ങി വരാം. വിശ്വം പ്രൗഡ് ആയിട്ടിരിക്കുന്നതാണ്. വിശ്വം പോകുന്ന കാണിച്ച് പാവം കുരിശു വീണ് ഗൈസ്. കുറെ നേരം കൊണ്ട് എന്താണ്ടൊക്കെയോ സംസാരിക്കുന്നു. ഈ ചർച്ചയ്ക്ക് ഒരു അവസാനം ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ ഇതെന്ന്. എല്ലാരും പോവാണ്. ബൈ.